Hello friends, welcome back to our channel Sonia's Kitchen. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മയോണൈസ് ആണ്. മയോണൈസ് നമുക്കറിയാം, നമ്മൾ ഒരു ബ്രോസ്റ്റഡോ അല്ലെങ്കിൽ ഷവർമയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴും ഒക്കെ മയോണൈസ് ആണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഈ മയോണൈസ് 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് ഗാർലിക് മയോണൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ അൽബൈക്ക് ചിക്കനൊക്കെ കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റോടു കൂടിയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 5 ഗാർലിക് എടുത്തിട്ടുണ്ട്, അരമുറി നാരങ്ങ, ഒരല്പം ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നമ്മൾ ഇതിനു വേണ്ടി, പാല്. ഇനി ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പാലും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ അരമുറി നാരങ്ങയുടെ നീര് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്കറിയാം, കൂടുതലും നമ്മൾ മുട്ട കൊണ്ടുള്ള മയോണൈസ് ആണ് ഉണ്ടാക്കാറ്. പക്ഷെ മുട്ട കഴിക്കാത്തവരുണ്ടാവാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചൊഴിക്കരുത്, കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് ഒഴിക്കുക, വീണ്ടും അടിക്കുക. അതിൻ്റെ ഒരു തിക്നെസ് നോക്കി വേണം അത് ഓഫ് ചെയ്യാനായിട്ട്. ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത് 1/2 കപ്പ് ഓയിലായിരുന്നു. പക്ഷെ ഞാനിത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും കൂടുതൽ തിക്കായിട്ട് വരും. ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും എഴുതി അറിയിക്കുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. Thank you for watching.